നമസ്കാരം. ദുബായ് NRIസിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ടിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇതൊരു കുറച്ച് നാളായിട്ട് ഒരു സർക്കുലറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ച് ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പ്രൊവിഷൻ ശരിക്കും നമ്മുടെ NRI ദുബായിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് എന്താണ് നടക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ദുബായ് NRIസിന് മ്യൂച്വൽ ഫണ്ടിൽ നോ ടാക്സ്, ഇതാണ് ഇതിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യയും UAEയും കൂടി തമ്മിൽ ഒരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്ത്യക്ക് മറ്റുള്ള വേറെ കുറേ രാജ്യങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ, മൗറീഷ്യസ്, അങ്ങനെ വേറെ ലിസ്റ്റ് ഓഫ് കൺട്രീസ് ഉണ്ട്. ഇവരായിട്ട് എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിനായിട്ടുള്ള ട്രീറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ ട്രീറ്റിൽ നമുക്ക് NRIസിന് ഗുണമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതേമാതിരി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനും ഒക്കെ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ടാക്സ് ഉണ്ട്. ഇതിന് എക്സെപ്ഷൻ ഇന്ത്യ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ടിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കുന്ന കാര്യം വെച്ചാൽ, NRIs എവിടെയാണോ ആ രാജ്യത്തെ ടാക്സാണ് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് UAEയിൽ നോ ടാക്സ്. അപ്പോൾ നമ്മൾക്കുള്ള ഗുണം വെച്ചാൽ ഈ നിയമം നമുക്ക് ബാധകമാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു SIP ഒക്കെ ചെയ്തിട്ട് 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ ഒരു വാല്യൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ 3 കോടി എത്തി. അപ്പോൾ എന്തായി, 2 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ മുഴുവനായിട്ട് എത്രയാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ 1 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ കേസാണെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയറിൽ 1.25 ലക്ഷം രൂപയ്ക്കുള്ള ടാക്സ് കൊടുക്കണ്ട നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അതിന് മേലെയുള്ളത് ഇപ്പോൾ ഇത്രയും ലക്ഷം രൂപയ്ക്ക് നമ്മൾ 12% വെച്ച് ടാക്സ് കൊടുക്കണം. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അങ്ങനെയാണ്. ഈ കേസിൽ ഈ പറഞ്ഞ ടാക്സ് ദുബായിലത്തെ അല്ലെങ്കിൽ UAEയിലത്തെ ടാക്സേഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നോ ടാക്സ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഒരു ആൾ ചിലപ്പോൾ റെസിഡൻ്റ് ആയിരിക്കുന്ന ടൈമിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അത് കഴിഞ്ഞ് NRO കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ NRI കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI UAE ആണെന്നുണ്ടെങ്കിൽ, ഇത് ദുബായ്, അബുദാബി എല്ലാവർക്കും പെടും കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ടാക്സ് കൊടുക്കണ്ട, നോ ടാക്സ്. ഇതാണ് ഇവിടുത്തെ നിയമം. ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ UAEയിൽ നിൽക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് TDS പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ത്യയിൽ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ TRC എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ UAEയിൽ നിങ്ങളുടെ ടാക്സ് അതോറിറ്റിയുടെ നമ്മൾ എടുക്കേണ്ടതാണ്. ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്നാണ് ഇതിനെ പറയണത്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് അവിടെ നിന്ന് ഓരോ വർഷവും വാങ്ങണം. കാരണം ഒരു വർഷം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വാലിഡിറ്റി ആ ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം ഫയൽ ചെയ്യുന്ന ടൈമിൽ അപ്പോഴും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ TRC സർട്ടിഫിക്കറ്റ് നമ്മുടെ തന്നെ വേണം. ഇത് വെച്ചിട്ട് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനോട് പറയുക, നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന ടൈമിൽ ഈ TDA ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള ടാക്സാണ് ഫയൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്. ഇനി TRCയിലാണെങ്കിൽ ചില ടൈമിൽ മുഴുവൻ ഇൻഫോർമേഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോം 10F എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. അങ്ങനത്തെ ഒരു ഫോമും കൂടി നമ്മൾ ഫയൽ ചെയ്യണം. ഇത് TRCയിൽ എല്ലാ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇത് മാൻഡേറ്ററി ഇല്ല. ഇനി ഓരോ ആളുകളുടെയും പ്രൊഫൈൽ അനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രൊവിഷൻസിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇവർ പണ്ടൊക്കെ ഏതെങ്കിലും ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അത് വിറ്റിട്ടുണ്ടാവും, അത് റെസിഡൻസ് സ്റ്റാറ്റസിലായിരിക്കും ചെയ്തേക്കുന്നത്. നമ്മുടെ കൃത്യമായിട്ടുള്ള കംപ്ലയിൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പൊന്തി വരും. അത് ചിലപ്പോൾ ഫൈൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനായിട്ട് കംപ്ലയിൻസ് എല്ലാം പാലിച്ച ആൾക്കാർക്കായിരിക്കും ഈ പ്രകാരം നമുക്ക് ബെനിഫിറ്റ് എടുക്കാവുന്നത്. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സഹായത്തോടെ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ചിലപ്പോൾ ചില ചാർട്ടേഡ് അക്കൗണ്ട്സിനൊന്നും ഈ നിയമം ഉണ്ടെന്ന് അറിയത്തില്ല. കാരണം ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർക്കും പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതൊന്ന് ഈ പ്രൊവിഷൻ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഠിച്ചിട്ട് ഈസി ആയിട്ട് ഇവർക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക്
വിൽക്കുന്ന സമയത്ത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ NRIs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ടായിരിക്കും നമ്മൾ ആ പൈസ യൂസ് ചെയ്യാൻ പോകണം. ആ സമയത്ത് നമ്മുടെ റെസിഡൻസ് സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടാവും. ആ സമയത്തും നമുക്ക് ഒന്ന് റെസിഡൻസ് സ്റ്റാറ്റസ് ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നേക്കാളും മുന്നേ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഇത് റൈറ്റ് ടൈമാണ് എക്സിറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് നമ്മുടെ പൈസ ഇവിടെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാക്സ് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ നമ്മുടെ എന്തൊക്കെയാണോ ഫിനാൻഷ്യൽ ഗോൾസ് അത് മീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കുക. വിൽ ട്രൈ ടു ഹെൽപ്പ് പോസിബിൾ വേ. അതുപോലെ എനിത്തിങ് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്, NRI ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നിങ്ങളുടെ ഏത് പേപ്പർ അസറ്റ്സ് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നമ്മുടെ ടീമിനെ വിളിക്കാം. വിൽ ട്രൈ ടു ഹെൽപ്പ് യു ഏതൊക്കെ രീതിയിലാണെങ്കിലും. താങ്ക് യു സോ മച്ച്.